പത്തനംതിട്ടയിലുള്ളവരും തിരക്കിലായിരിക്കും. എവിടെയുമുള്ള മലയാളിയും തിരക്കിലാണ്. ഇന്നത്തെ ദിവസം ഉത്രാടപ്പാച്ചിലാണ്. തന്നെയായിരിക്കും പത്തനംതിട്ടയിലെയും അവസ്ഥ അല്ലേ? ഒപ്പം മഴയുണ്ടോ അവിടെ? അതേമായ തീർച്ചയായും എല്ലായിടത്തെ പോലെ പത്തനംതിട്ടയിലും ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. വളരെ ഈ ഉത്രാടത്തിന് തിരുവോണത്തിനായിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയ തിരക്കിൽ തന്നെയാണ് എല്ലാവരും. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിന് മുൻപിലാണ്. ഇവിടെ ഇപ്പോഴും ഈ ഉത്രാടപ്പാച്ചിലും ക്ഷേത്രത്തിലെത്തി തൊഴാനും അതുപോലെ ഇവിടുത്തെ വള്ളസദ്യയിൽ പങ്കെടുക്കാനുമൊക്കെ ആയിട്ട് നിരവധി പേർ എത്തുന്നുണ്ട്. പ്രധാനമായും വള്ളസദ്യയിൽ പങ്കെടുക്കുക എന്നതാണ് പ്രധാനമായും ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഒരു ആവശ്യം. പല സ്ഥലങ്ങളിൽ നിന്ന് ദൂരദേശങ്ങളിൽ നിന്ന് പോലും എത്തുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ ഈ വള്ളസദ്യയിൽ പങ്കെടുക്കുക, ഭഗവാനെ കണ്ട് തൊഴുതിട്ട് പോകുക. ഉത്രാട ദിവസമാണ് എന്നൊന്നുമില്ല. അതിന് ആറന്മുളക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിൽ തന്നെയാണ്. ചേച്ചി എവിടുന്നാ? ഞങ്ങൾ ആലുവ. ഇന്ന് ഉത്രാടപ്പാച്ചിലായിട്ട് ക്ഷേത്രത്തിൽ ദർശനത്തിൽ വള്ളസദ്യയൊക്കെ ഉണ്ട്. വള്ളസദ്യക്ക് വന്നതാ. അതെ. ഓണത്തിന് ഒരുങ്ങിയോ? വീട്ടിലെല്ലാവരും ഒരുങ്ങി, മൊത്തമായി സന്തോഷത്തിൽ ഒരുങ്ങിയിട്ട്. എങ്ങനെയാ ചേട്ടാ ഉത്രാടപ്പാച്ചിലായിട്ട്? നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം എങ്ങനെ പോകുന്നു? നിങ്ങളൊക്കെ വീട്ടിൽ ഒരുക്കിയിട്ടാണ്? ആലപ്പുഴയിൽ നിന്നായിരുന്നു 6-ാം തീയതി വരാനിരുന്നാണ്. അപ്പോൾ വള്ളസദ്യ വന്ന് വെള്ളപ്പൊക്കമായി മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തേക്ക് വരാനായിട്ട് ഇപ്പോൾ ഉത്രാടമായിട്ട് ഭഗവാനെ കണ്ടിട്ട് ബാക്കിയെല്ലാം ആദ്യം ഭഗവാനാണല്ലോ, അത് കഴിഞ്ഞ് ബാക്കി ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വെച്ചു. ഇന്നിപ്പോൾ പാർത്ഥസാരഥിയെ കണ്ടിട്ട് ഇനി വീട്ടിൽ പോയിട്ട് ഓണം ഒരുക്കണ്ടേ? പിന്നെ ഒരുങ്ങണം, അത് സമയമുണ്ടല്ലോ. നാളെയല്ലേ സദ്യ. അതിന് മുമ്പായിട്ട് ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങുക, അതാണ് പ്രധാനം. ഭഗവാനുണ്ടെങ്കിലാണ് എല്ലാം ഉള്ളത്. അതെ അതെ. ഭഗവാനുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. ആറന്മുള ഭഗവാൻ ഇതേ ഉള്ളൂ. ഇത് മാത്രം കൊണ്ടാണ് ഞങ്ങളൊക്കെ കഴിയുന്നത്. എങ്ങനെയുണ്ട് ഓണത്തിരക്ക്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ് ഇവിടെ, അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇത്തവണത്തെ വെള്ളപ്പൊക്കമൊന്നും ബാധിച്ചിട്ട് ഈ പടിയെ വരെ വന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറമില്ലായിരുന്നു. അത്രേ. ഓണം കളറാക്കൂ. കോഴിക്കോട് നിന്ന് വരിക വള്ളസദ്യയിൽ പങ്കെടുക്കാൻ. എങ്ങനെ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഓണം ഒരുങ്ങണ്ട്? ഓണം ഒരുങ്ങണം, എല്ലാം റെഡിയാക്കി വിട്ടിട്ടാവും ഇന്ന്. ഇനിയിപ്പം പോയി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. കുടുംബസമേതം വന്നു. അത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ ദൂരദേശങ്ങളിൽ നിന്നുള്ളവരാണ്. ആലപ്പുഴ, കാസർഗോഡ്, കോഴിക്കോട് എന്ന് തുടങ്ങി ദൂരദേശങ്ങളിലുള്ളവരാണ് കൂടുതലും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ ഇവർക്കൊക്കെ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഓണമൊരുക്കും അടക്കം കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഉത്രാടം ആയിട്ട് ക്ഷേത്രത്തിലെത്തി എന്തായാലും തിരുവോണത്തിന് വീട്ടിലെത്തി ഉണ്ണാൻ കഴിയുമെന്ന് തന്നെയാണ് അവരൊക്കെ പറയുന്നത്. പക്ഷേ ആറന്മുളയെ സംബന്ധിച്ച് വള്ളസദ്യ വളരെ ഗംഭീരമാണ്, എല്ലാവർക്കും അറിയാം. അത് കഴിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഉത്രാട ദിവസത്തിൽ അത് സാധിക്കുക എന്നതും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മഴ ഇപ്പോൾ അല്പം മാറി നിൽപ്പുണ്ട്. എന്നാലും രാവിലെയൊക്കെ വലിയ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ മഴയുടെ ഒരു വരവ് വീണ്ടും ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഉത്രാടപ്പാച്ചിൽ തന്നെ ഈ മഴയ്ക്കൊപ്പം എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടാകും. എന്തായാലും പത്തനംതിട്ടയെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ.